സുഹൃത്തുക്കളെ, വർഷങ്ങളായ പോരാട്ടങ്ങളിലൂടെ ഇന്ത്യയിലെ തൊഴിലാളികൾ നേടിയെടുത്ത അവകാശങ്ങളുണ്ട്. ജോലി സുരക്ഷ, മിനിമം വേതനം, ജോലി സമയം, യൂണിയൻ രൂപീകരണ അവകാശം, ഇവയെല്ലാം ഒരുമിച്ച് ചേർന്നതാണ് നമ്മുടെ തൊഴിൽ നിയമങ്ങൾ. ഇത് വെറും നിയമങ്ങളല്ല, ഇതൊരു സാമൂഹിക കരാറാണ്. വ്യവസായം വളരണം, പക്ഷേ തൊഴിലാളിയുടെ മാന്യത നഷ്ടപ്പെടരുത് എന്ന ആശയത്തിലാണ് ഈ കരാർ പിറന്നത്. ഡോക്ടർ BR അംബേദ്കർ പോലുള്ള നേതാക്കൾ ഇതിന് അടിത്തറയിട്ടു. ഈ കരാർ ഇന്ന് ഗുരുതരമായ ഭീഷണിയിലാണ്. 2019-2020 കാലത്ത് കോവിഡ് മഹാമാരികൾക്കിടയിലും പാർലമെന്റിൽ മതിയായ ചർച്ചകളില്ലാതെയും സർക്കാർ 4 പുതിയ തൊഴിൽ കോഡുകൾ പാസാക്കി. പിന്നീട് 2025 നവംബറിൽ അവ ശബ്ദമില്ലാതെ വിജ്ഞാപനം ചെയ്തു. സർക്കാർ പറയുന്ന ഇതാണ്: പഴകിയ നിയമങ്ങൾ ആധുനികമാക്കുന്നു, തൊഴിൽ സൃഷ്ടിക്കും, സാമൂഹ്യ സുരക്ഷ വർദ്ധിപ്പിക്കും. പക്ഷേ യാഥാർത്ഥ്യം മറ്റൊന്നാണ്. ഈ കോഡുകൾ തൊഴിലാളി അവകാശങ്ങളിൽ നിന്ന് തൊഴിൽ ഉടമകളുടെ സൗകര്യത്തിലേക്കുള്ള ഒരു വലിയ മാറ്റമാണ്. ഇനി സ്ഥിരം ജോലി എന്ന ആശയം തന്നെ തകരുന്നു. കമ്പനികൾക്ക് 6 മാസം 11 മാസം പോലുള്ള ഹ്രസ്വകാല കരാറുകളിൽ തൊഴിലാളികളെ നിയമിക്കാം. ജോലി സ്ഥിരമാണോ അല്ലയോ എന്നതുപോലും പ്രസക്തമല്ല. കരാർ തീർന്നാൽ ജോലി തീർന്നു, നഷ്ടപരിഹാരമില്ല, പുതുക്കൽ ഉറപ്പില്ല. പിരിച്ചുവിടലും ഇനി എളുപ്പമാണ്. മുമ്പ് 100-ൽ കൂടുതൽ തൊഴിലാളികൾ ഉണ്ടെങ്കിൽ സർക്കാർ അനുമതി വേണം. ഇപ്പോൾ അത് 300 നാളെ അത് കൂട്ടാമെന്ന അധികാരവും സർക്കാരിന്. ഫാക്ടറികളുടെ കാര്യവും അതുപോലെ. മുമ്പ് 10 മുതൽ 20 വരെ തൊഴിലാളികൾ ഉണ്ടെങ്കിൽ ഫാക്ടറി നിയമങ്ങൾ ബാധകമായിരുന്നു. ഇപ്പോൾ 20 മുതൽ 40 അത് ഉയർത്തി. അതായത് ലക്ഷക്കണക്കിന് തൊഴിലാളികൾ സുരക്ഷാ നിയമങ്ങൾക്ക് പുറത്തേക്ക്. ജോലി സമയം കൂടി. 8 മണിക്കൂർ എന്നത് ദുർബലമായി. 12 മണിക്കൂർ ഷിഫ്റ്റുകൾ വരെ അനുവദിക്കാം. ഓവർ ടൈം പരിധിയും കൂട്ടി. ജിഗ് തൊഴിലാളികൾ, പ്ലാറ്റ്ഫോം തൊഴിലാളികൾ, അസംഘടിത മേഖലയിലെ തൊഴിലാളികൾ, ഇവർക്കെല്ലാം സാമൂഹ്യ സുരക്ഷ ഇപ്പോഴും വാഗ്ദാനങ്ങൾ മാത്രമാണ്. യൂണിയൻ രൂപീകരിക്കലും ഇനി അത്ര എളുപ്പമല്ല. 20% അംഗത്വം വേണം. 51% ഇല്ലെങ്കിൽ കൂട്ടായ ചർച്ചയില്ല. പണിമുടക്ക് നടത്താൻ നോട്ടീസ്, കാത്തിരിപ്പ്, വിലക്കുകൾ. നിയമം ലംഘിച്ചാൽ പിഴ, ജയിൽ ശിക്ഷ വരെ. അവകാശം പേപ്പറിൽ മാത്രം. ഇതെല്ലാം ചേർന്നാൽ ഒരു കാര്യമാണ് സംഭവിക്കുന്നത്: തൊഴിലാളികൾക്ക് ശബ്ദമില്ല, ഭയം മാത്രം. ഇതിലും ഗുരുതരമായത് സർക്കാർ നിർദ്ദേശിക്കുന്ന വിധത്തിൽ എന്ന വാചകം നിയമത്തിൽ നിറഞ്ഞിരിക്കുന്നു. എന്താണ് അർത്ഥം? യഥാർത്ഥ തീരുമാനങ്ങൾ പാർലമെന്റിലല്ല, സർക്കാർ വിജ്ഞാപനങ്ങളിലായിരിക്കും. നിയമങ്ങൾ ശൂന്യരൂപങ്ങൾ. അധികാരങ്ങൾ കേന്ദ്രീകരിക്കപ്പെടുന്നു. ഇൻസ്പെക്ടർമാരെ ഫെസിലിറ്റേറ്റർമാരാക്കി. പരിശോധനയ്ക്ക് മുൻകൂർ അനുമതി വേണം. ശിക്ഷകൾ കുറച്ചു. ഗുരുതരമായ കുറ്റങ്ങൾക്ക് പോലും പിഴയടച്ച് തീർക്കാം. തൊഴിലാളികൾക്ക് നീതി തേടണമെങ്കിൽ ഹൈക്കോടതി മാത്രം. സാധാരണ തൊഴിലാളിക്ക് അതൊരു അസാധ്യ വഴിയാണ്. ഇതിൻ്റെ ഫലം എന്താണ്? കുറഞ്ഞ ജോലി സുരക്ഷ, കൂടിയ ജോലി സമയം, കുറഞ്ഞ ആനുകൂല്യങ്ങൾ, ദുർബല യൂണിയനുകൾ, സ്ഥിരമായ ജോലി നഷ്ടം. അതിനാലാണ് രാജ്യമാകെ തൊഴിലാളികൾ തെരുവിലിറങ്ങിയത്, കോടികളുടെ പവർപ്പുകൾ കത്തിച്ചത്. അവസാനം ഒരു ചോദ്യം മാത്രം: ഇന്ത്യക്ക് ഏത് വികസനമാണ് വേണ്ടത്? കുറഞ്ഞ വേതനവും ഉയർന്ന അനിശ്ചിതത്വവും കോർപ്പറേറ്റ് ലാഭവും മാത്രം ഉള്ളതോ? അല്ലെങ്കിൽ തൊഴിലാളിയുടെ മാന്യതയും സ്ഥിരമായ ഉപജീവനവും നീതിയും സുരക്ഷയും ഉറപ്പാക്കുന്നതാണോ? പരിഷ്കരണങ്ങൾ എന്ന പേരിൽ തൊഴിലാളി അവകാശങ്ങൾ ഇല്ലാതാക്കുന്ന ഒരു വികസനം നമ്മുടെ രാജ്യത്തെ മുന്നോട്ട് കൊണ്ടുപോകില്ല. തൊഴിലാളിയെ സംരക്ഷിക്കുന്ന നിയമങ്ങളില്ലെങ്കിൽ കോടിക്കണക്കിന് ആളുകൾ പതിറ്റാണ്ടുകളായുള്ള പുരോഗതി നഷ്ടമാകും. ഇതാണ് യഥാർത്ഥ പോരാട്ടം. ഇതാണ് പ്രതിരോധത്തിൻ്റെ കാരണം. ഇതാണ് ദേശീയ പണിമുടക്കിൻ്റെ കാരണവും.